ആ ശരി ശരി. ഇവിടെ എത്തിട്ടോ, നമ്മളെ വീട്ടിലെത്തി. ഹായ്, അലൈക്കും അസ്സലാം. അപ്പോൾ നമ്മളുടെ വാടക വീട്ടിൽ പിലാത്ര എത്തി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വാടക വീട്ടിലെത്തി. കുറച്ച് ദിവസമായിക്കണം ഇവിടുന്ന് പോയിട്ട്. ഇനി ഇവിടൊക്കെ ഒന്ന് അടിച്ചൊരി തുടച്ച് വൃത്തിയാക്കാനുണ്ട്. പൊടി പിടിച്ചാകെ റോഡ് സൈഡല്ലേ, ഒക്കെ ഇതായിട്ടാണ് കിടക്കുന്നത്. കുറച്ച് നേരത്തെ പണിയുണ്ട്. മനസ്സിനാണെങ്കിൽ ഒരു സുഖവും സമാധാനമൊന്നുമില്ല. നമുക്ക് അങ്ങനെ സമാധാനം കിട്ടും എന്ന പ്രതീക്ഷയില്ല. അപ്പോൾ ഇവിടെ എത്തി, അൽഹംദുലില്ലാ. ഇനി ഇവിടെ അങ്ങനെ പോവും. ഇവിടെ എത്തുമ്പോൾ എനിക്ക് എൻ്റെ മോനുവിൻ്റെ കൂടെ മോനും ഞാനും മോനും ആ ജീവിതം ഇങ്ങനെ തുടർന്ന് പോകണമെങ്കിൽ കുറച്ച് സമയമൊക്കെയാണ് ആൾക്കാരൊപ്പം ചിലവഴിക്കാൻ എനിക്ക് തോന്നുള്ളൂ. അത് കഴിഞ്ഞാൽ വീണ്ടും ഒറ്റക്ക് ആവണം. പിന്നെ അത്രയും എൻ്റെ ഒരു ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള സ്നേഹം എന്ന് വെച്ചാൽ എനിക്ക് എൻ്റേതായതുകൊണ്ട് വലുതായി തോന്നുകയാണോ എന്നറിയില്ല. പക്ഷെ ഒരുപാട് വിലപിടിപ്പുള്ള സ്നേഹമാണ്. എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനാണ്. അതേപോലെ തന്നെ എൻ്റെ മോന് പറഞ്ഞാൽ എൻ്റെ ജീവനാണ്. ഇവർ രണ്ടാളുമാണ് എൻ്റെ ജീവിതത്തിൻ്റെ മുന്നിലേക്ക് ഉണ്ടായിരുന്ന വെളിച്ചം. ഇപ്പോൾ മോനു എന്തോ 28 വയസ്സ് വരെ എൻ്റെ കൂടെ ഉണ്ടായി. അവനെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടിട്ടാണെന്നല്ലേ എല്ലാ അറിവുള്ളവരും പറയുക, അങ്ങനെയല്ലേ. അപ്പോൾ ആ ഒരു വിശ്വാസം മനസ്സിൽ, അള്ളാഹു ഇഷ്ടപ്പെടട്ടെ. തീർച്ചയായിട്ടും അള്ളാഹു ഇഷ്ടപ്പെടണം. അള്ളാഹു അവനിക്ക് കൊടുത്ത സമയവും നേരവും എല്ലാം അവൻ്റെ സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും ആക്കി മാറ്റണം. സ്വർഗത്തിൽ ഇങ്ങനെ ഉല്ലസിക്കണ അള്ളാൻ്റെ മുത്തു മുഅ്മിനീങ്ങൾ, അള്ളാൻ്റെ മുത്ത് നബിൻ്റെ മുത്തു മുഅ്മിനീങ്ങളോടൊപ്പം മുഹമ്മദ് ഗഫൂർ എന്ന പൊന്നുമോനും ഉണ്ടാവണം. മനസ്സ് ഉമ്മാൻ്റെ എന്താ അറിയില്ല, 3-4 ദിവസങ്ങളായിട്ട് ഉപ്പാക്ക് വയ്യാതായ അവിടുന്ന് പനി പിടിച്ചതാണ്. പനിയാണ്. നല്ല ആരോഗ്യമുള്ള ആളൊക്കെ തന്നെയാണ്. പണിക്ക് കടലിൽ പോണ ആളാണ്. അപ്പോൾ പനിയുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വയ്യാതെ ഇരിക്കുകയാണ്. വയ്യായൊക്കെ മാറാൻ എല്ലാവരും ദുആ ചെയ്യണം. പിന്നെ വിഷമമുണ്ട്. ഞാൻ അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടും വരരുത്. അവർക്ക് നല്ല ആർക്കും നമ്മൾക്കാണെങ്കിലും നമ്മളെപ്പോലെ മറ്റാർക്കാണെങ്കിലും ഒരു പ്രയാസങ്ങളും വരുത്തല്ലേ റബ്ബിനെ എപ്പോഴും ഞാൻ തേടും. പിന്നെ ഇനി ഇവിടെ എന്താണെന്നറിയോ തിരക്ക് കൂട്ടിയിട്ട് വരാൻ കാരണം, എനിക്കെൻ്റെ മോനെ ഓർത്ത് കുറച്ച് സമയം കളയണം എന്ന് തോന്നി. മോനെ ഓർക്കണമെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന എൻ്റെ വീടും എൻ്റെ കുടുംബം എന്ന് വെച്ചാൽ എൻ്റെ ഉമ്മാക്ക് 4 മക്കളായി. മൂത്ത മകൾ ഞാൻ. എനിക്ക് 16 വയസ്സ് മുതലേ പ്രയാസങ്ങൾ എന്ന് വെച്ചാലും പോരാ, ഒരുപാട് ദുരന്ത പ്രയാസങ്ങളാണ്. ഞാൻ അതൊന്നും വീഡിയോയിൽ കൂടെ ഉൾപ്പെടുത്തിയിട്ടുമില്ല, പെടുത്തണമില്ല. ഞാൻ പിൻകാലത്തിലേക്ക് അങ്ങനെ വല്ലാതെ അങ്ങോട്ട് ആഴത്തിലേക്ക് പോവാറില്ല. കാരണം അങ്ങനെ വല്ലാതെ പോയി കഴിഞ്ഞാൽ വീണ്ടും കരയാനുള്ള അവസരങ്ങൾ ഇങ്ങനെ വരുള്ളൂ. അപ്പോൾ ഞാൻ പിൻകാലം ഓവറായിട്ട് ചിന്തിക്കില്ല. പക്ഷെ എൻ്റെ മോന് ജനിച്ച അവിടുന്ന് ഇങ്ങോട്ട് 1994 ഏപ്രിൽ മാസം 19-ആം തീയതി, സോറി ഏപ്രിൽ 19 അല്ല,
അത് ഞങ്ങളെ കല്യാണം കഴിഞ്ഞ കൊല്ല ഡേറ്റാണ് കേട്ടോ. അതല്ല, 1900 ഏപ്രിൽ 1994 ജൂൺ 28 അവൻ ജനിച്ചത് കേട്ടോ. അള്ളാഹു എനിക്ക് ഈ ഭൂമിയിൽ വെച്ചിട്ട് ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷം തന്ന എൻ്റെ റബ്ബിന് എല്ലാ സ്തുതിയും. നൂർജഹാനെ പ്രസവിച്ചു കേട്ടോ. ആൺകുട്ടിയാണ് നൂർ. ഞാൻ എൻ്റെ കുട്ടീൻ്റെ മുഖത്തേക്ക് കുറേ സമയം നോക്കി. നല്ല ചന്തമുള്ളൊരു മോനായിരുന്നു. അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് പ്രയാസങ്ങൾ ഇടയിലിടയിൽ പ്രയാസങ്ങൾ തന്നെ ഉണ്ടാവുക. പ്രയാസങ്ങളില്ലാത്ത ഒരു ജീവിതം റബ്ബെനിക്ക് തന്നിട്ടില്ല എൻ്റെ റബ്ബ്. എന്നാലും എനിക്ക് എൻ്റെ റബ്ബിനോട് കൂടുതൽ കൂടുതൽ ഇഷ്ടമാണ്. അള്ളാഹുവിനോടും അള്ളാഹിൻ്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർത്തോർത്ത് ഞാൻ കരയാറുണ്ട്. അത്രക്കും ഇഷ്ടമാണ്. ദീനിനോടാണ് ഇഷ്ടം. വലിയ അറിവൊന്നുമില്ല, എന്നാലും ഞാൻ കുറച്ചാണെങ്കിലും പഠിച്ച അറിവുകൊണ്ട് പഠിച്ചവൻ്റെ മുന്നിൽ എപ്പോഴും ചെയ്യുന്ന എല്ലാ സൽപ്രവൃത്തികളും അള്ളാഹു എനിക്ക് പരലോക വിജയത്തിന് കാരണമാക്കണേ എന്ന് ഞാൻ ദുആ ചെയ്യാണ്. അതുപോലെ വീഡിയോ കാണുന്ന എല്ലാവരും ദുആ ചെയ്യണം കേട്ടോ. ഒരാഴ്ചയായി എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണം കേട്ടോ. ഒരാഴ്ചയായിട്ട് മോനിങ്ങനെ മാറി മറയാണ് കണ്ണിൽ. ഓർമ്മകൾ ഇങ്ങനെ ഉണരുമ്പോൾ സഹിക്കാൻ പറ്റണില്ല. അങ്ങനെ ഭൂമിയിലൊന്നും സ്വന്തം എന്ന് പറയാൻ ഇല്ല. അള്ളാഹു തന്നൊരു പാവപ്പെട്ടൊരു ജീവിതം, അതിൽ നല്ല സ്നേഹമുള്ള ഭർത്താവാണ് കേട്ടോ അവൻ്റെ ഉപ്പ. പിന്നെ ഒരു മകനായിരുന്നു, സ്വന്തമായിരുന്നു എന്ന് ഞാൻ വിശ്വസിച്ചു. ഇതെനിക്ക് റബ്ബ് സ്വന്തം തന്നതാന്ന് ഞാൻ വിശ്വസിച്ചു. എന്തുകൊണ്ടാണെന്നറിയോ, എന്നെ നല്ല സ്നേഹിക്കുമായിരുന്നു. ആ കുഞ്ഞു പ്രായത്തിൽ മടിയിലിങ്ങനെ ഇത്ത നല്ല ചന്ത അവനെ കാണാൻ വെളുത്ത് തടിച്ച് മടിയിലിങ്ങനെ ഇരുത്തി അവനെ കളിപ്പിക്കാൻ പ്രായമാവണം മുതൽ എൻ്റെ കണ്ണിൽ നിന്ന് ഉറ്റണ കണ്ണുനീര് അവൻ്റെ കൈയോട് തുടച്ച് തരുമായിരുന്നു. അവനിക്ക് കുറച്ചിങ്ങനെ വലുതായി വന്നപ്പോൾ. അന്ന് മുതലേ ഉമ്മി മോനും കൂട്ടുകാരാണ് എന്ന് ആൾക്കാർ വിചാരിക്കും. നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു. ചെറിയൊരു കുട്ടികളെ സ്നേഹിക്കണ പോലെ എൻ്റെ മോനും എന്നെ സ്നേഹിച്ചിരുന്നത്. ഞാനവൻ്റെ ഉമ്മയാണെങ്കിലും അവൻ്റെ ഉമ്മച്ചിയാണെങ്കിലും ഞാൻ ഉമ്മച്ചിയെ വിളിക്കും ചില സമയങ്ങളിൽ, ചിലപ്പോൾ അമ്മ വിളിക്കും. ആ വിളിയിൽ അങ്ങനെ ആണെങ്കിലും ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന പ്രവൃത്തികളിൽ നിന്നൊക്കെ അത് തെറ്റാണെങ്കിൽ തെറ്റും അത് ചെയ്യല്ല, അത് ഇങ്ങനെ വന്ന് തിരുത്താൻ. എനിക്കൊരു മോനുണ്ടായിരുന്നു. അവൻ്റെ പേരാണ് മുഹമ്മദ് ഗഫൂർ. ഇന്ന് ഞാൻ എത്ര ആയിന്നറിയോ, തറവാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ കാരണം എന്താണെന്നറിയോ, ഇപ്പോൾ ഒന്ന് മനസ്സ് തുറന്നൊന്ന് കരയണം, ഒറ്റയ്ക്കിരുന്ന് കുറേ നേരം ഒന്ന് സംസാരിക്കണം എന്നൊക്കെ പൂതിപ്പെട്ടിട്ട് വന്നതാ. ചില സമയങ്ങളിൽ നമ്മൾ പ്രയാസങ്ങളും നമ്മൾ ഉള്ളു പെട്ടെന്ന് അങ്ങനെ ആരും തുറന്നു പറയാൻ കഴിയൂല. കേൾക്കണ ചിലപ്പോൾ ഈ കേൾക്കുന്ന ചില ആളുകൾ നമ്മളിങ്ങനെ സങ്കടപ്പെട്ട് പറഞ്ഞാലും അവർ ചിലപ്പോൾ ഒറ്റ വാക്കുകൊണ്ട് പറയും. അതൊക്കെ വിധിയാണ്, സാരമില്ല. ഓരോന്നും നമ്മൾ അനുഭവിക്കുന്ന ഓരോന്നും വിധിയാണ്, സാരമില്ല. പടച്ചവനോട് ദുആ ചെയ്യാൻ പറയും. ദുആ ചെയ്യാൻ ആരും നമുക്ക് പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞു പ്രായം മുതലേ ദുആ ചെയ്യുമായിരുന്നു. ദുആ ചെയ്താലും എനിക്ക് കാട്ടി തന്നതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. അള്ളാഹുവിൻ്റെ അടുത്താണ്, എൻ്റെ എല്ലാം അള്ളാഹുവിൻ്റെ അടുത്താണ്. അപ്പോൾ എൻ്റെ വീഡിയോ
വലിയ രസമൊന്നുമില്ലാത്ത വീഡിയോ ആണെങ്കിലും കുറേ ആളുകൾ കാണുന്നുണ്ട് എന്ന് മനസ്സിലാവണു. അതുകൊണ്ട് കാണുന്ന കുട്ടികളാണെങ്കിലും കുറച്ച് വലിയ ആൾക്കാരാണെങ്കിലും ആരാണെങ്കിലും നമ്മൾക്ക് വേണ്ടപ്പെട്ട ഒരാൾക്കാരെ പോലെ ദുആ ചെയ്യണേ. പരലോകത്ത് വെച്ചെങ്കിലും നന്മകൾ കിട്ടാൻ എല്ലാവരും മനസ്സുകൊണ്ട് നമ്മൾ റബ്ബിനോട് അടുക്കുമ്പോൾ ഈ പാവപ്പെട്ട എൻ്റെ കാര്യം കൂടി ഒന്ന് ഓർക്കണേ. ഞാനും ദുആ ചെയ്യും എല്ലാവർക്കും, അറിയുന്നവർക്കും അറിയാത്തവർക്കും, നമ്മൾക്ക് വേണ്ടപ്പെട്ടവർക്കും, നമ്മളെ കുടുംബക്കാർക്കും, നമ്മളെ വീട്ടുകാർക്കും, നമ്മൾക്കും എല്ലാവർക്കും നല്ലത് വരുത്തണേ അല്ലാ. താങ്ങാനാവാത്ത പ്രയാസങ്ങൾ വരുത്തരുത്. ആയിരക്കണക്കിന് സ്വപ്നങ്ങൾ കണ്ട് വളർത്തണ ഓരോ ഉമ്മമാർക്കും ഓരോ ഉപ്പമാർക്കും പല ആഗ്രഹങ്ങളും മനസ്സിലുണ്ടാവും. മക്കളെ വിഷമം നമ്മളെ കണ്ണിൽ കാണിക്കരുതേ. അങ്ങനെ ഞാൻ ദുആ ചെയ്താലും എൻ്റെ കണ്ണിന് മുന്നിൽ ആഴമേറിയ ഒരു വേദനയിൽ ഞാൻ നിന്നു കൊടുത്തു. ഈ വീഡിയോയിൽ ഇങ്ങനെ പറയുമ്പോൾ ഈ ഫോൺ എനിക്ക് എൻ്റെ മോൻ വാങ്ങി തന്നതാണ്. ഈ ഫോണിൽ എൻ്റെ മോനുണ്ട് എന്നൊരു വിശ്വാസം കൂടി എനിക്കുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ദുആ ചെയ്യണം. പറയാനാവാത്ത ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരോടും അസ്സലാമു അലൈക്കും. വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എന്താ അറിയില്ല, വെറുതെ ഒരു എനിക്കറിയുന്നില്ല വീഡിയോ എങ്ങനെ ചെയ്യണം, എങ്ങനെ എടുക്കണം, ഒന്നും അറിയില്ല. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ചെറിയ എന്തെങ്കിലും ഓരോരുത്തരങ്ങനെ പറഞ്ഞ പിന്നെ അത് വെറുതെ അങ്ങനെ നിർത്തി വെച്ചിരിക്കുന്നു. ഈ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഈ റമളാൻ 28ാമത്തെ നോൻപ് വരുമ്പോൾ 2 വർഷം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒറ്റപ്പെട്ട ജീവിതം, അമ്മന്ന് വിളിക്കുന്ന വിളി സ്വപ്നം കണ്ട് ഇത്രയും ദിവസങ്ങൾ എന്നിൽ നിന്ന് കഴിഞ്ഞു പോയോന്ന് അങ്ങനെ ജീവിക്കുകയാണ്. അപ്പോൾ പിലാത്ര വീട്ടിലെത്തിയിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. പിലാത്ര വീട്ടിലാണ് ഇപ്പോൾ ഇന്ന് മുതലുള്ളത്. ഇപ്പം ഞാൻ തൽക്കാലം എങ്ങോട്ടും പോകണില്ല. ഇവിടെ കുറച്ച് പണികളുണ്ട്, അതൊക്കെ ചെയ്യാനുള്ള ഒരുക്കത്തിൽ പോവാണ് കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.